നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വറ്റിച്ചത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ വൃത്തിയാക്കിയത് 250 ഗ്രാം, തേങ്ങാപ്പാൽ 3/4 കപ്പ്, കടുക് 1/2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് 1 ടേബിൾ സ്പൂൺ, ചുവന്നുള്ളി അരിഞ്ഞത് 1/4 കപ്പ്, വറ്റൽമുളക് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കുടംപുളി 1 കഷ്ണം, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്ക് ആദ്യം എടുത്തു വച്ചിരിക്കുന്ന പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീൻ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിലൊരു ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിടാം. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചേർക്കാം. ചുവന്നുള്ളി വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കുടംപുളിയും ചേർത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ചെമ്മീൻ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ചെമ്മീൻ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചെമ്മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്.